ഹലോ ഫ്രണ്ട്സ്, വള്ളുവരയുടെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഒരുപാട് സന്തോഷമുള്ള വീഡിയോ ആണ്. നമ്മുടെ ഫാമിലിയിലെ മെമ്പേഴ്സ് എല്ലാവരും ആഗ്രഹിച്ചൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ചെയ്യാൻ പോകുന്നതല്ല, ഇന്നത് അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ വീടിൻ്റെ സൺസൈഡ് വാർപ്പാട്ടോ. അപ്പോൾ അമ്പലത്തിലൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്ത് നല്ല കാര്യം വരുമ്പോഴും നമുക്ക് ഒരുപാട് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നമ്മളെപ്പോഴും പോകുന്നൊരു അമ്പലം കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലം തെക്കിനമ്മക്കാവ് എന്ന് പറയും. അപ്പോൾ അവിടെ ഉത്സവമൊക്കെയാണ് 3-ാം തീയതി. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് തൊഴുതിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ നേരത്തെ പോയി, ഞാനും അനിയും കൂടി അങ്ങനെ പുഷ്പാഞ്ജലിക്കൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടോ. പിന്നെ ഒരു മുട്ടറക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് പ്രസാദം കിട്ടാൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ അമ്പലത്തിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ. കുറച്ച് നേരം ഇരിക്കുമ്പോൾ അമ്പലത്തിലൊക്കെ ഇരിക്കുമ്പോൾ പ്രത്യേകതരം എന്താ പറയുക, ഒരു പ്രത്യേകതരം അനുഭവം, പിന്നെ മനസ്സിനൊരു സമാധാനമാണല്ലോ അല്ലേ. അതിപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും പറഞ്ഞു മാറി ഇന്ന് ഞങ്ങൾക്ക് അതുപോലെ പ്രത്യേകത ഒരു വല്ലാത്തൊരു സന്തോഷം. എന്താ വെച്ചാൽ കുറേ നാളുകൾക്ക് ശേഷം വീട് പണി ഇങ്ങനെ കുറേ ആയിട്ട് കിടക്കുക, 1 വർഷത്തോളം ഇങ്ങനെ കിടക്കണം. അപ്പോൾ വീണ്ടും അതൊരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു മനസ്സിനൊരു സമാധാനം, സന്തോഷം ഉണ്ടാവുമല്ലോ. ആ ഒരു സന്തോഷമായിട്ടാണ് ഞങ്ങളുടെ മുഖത്തുള്ളത്. പിന്നെ താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത, നമുക്ക് ഓരോരോ കമൻറ്റ് ഇടുന്ന, ലൈക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഒരുപാട് ആൾക്കാർ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്കൊരു വീടിന് വേണ്ടി. അപ്പം നമ്മൾ വീട്ടിലെത്തിനേക്കാൾ മുന്നേ നമ്മുടെ ഏട്ടന്മാർ വീട്ടിലെത്തിയിട്ട് പണി തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി നമുക്ക്. എന്നാൽ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഞങ്ങളുടെ സഹപ്രവർത്തകരാണ് അവരൊക്കെ കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും കോൺക്രീറ്റ് ആൾക്കാരൊക്കെ വന്നു കേട്ടോ. അവർ വന്ന് മെഷീനൊക്കെ സെറ്റ് ചെയ്ത് കോൺക്രീറ്റ് തുടങ്ങുമ്പോഴേക്കും ഒരു 9:30-10 മണിയൊക്കെ ആയി. അങ്ങനെ എനിക്ക് ഇതിന് മുകളിൽ കയറാൻ സാധിക്കില്ല. പക്ഷേ ഞങ്ങൾക്കൊരു ആഗ്രഹമായിരുന്നു, എനിക്കും കൂടി. എന്തായാലും ഞങ്ങൾ ഒരുപാട് നാളത്തെ ആഗ്രഹമല്ലേ, പിന്നെ അമ്മയ്ക്ക് എന്തായാലും പറ്റില്ല. അപ്പം ഞങ്ങൾ തന്നെ അത് അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ കോൺക്രീറ്റ് ഫസ്റ്റ് ചാട്ടി ഞങ്ങൾ തന്നെ മേടിച്ചിട്ടു കേട്ടോ. എന്താ പറയുക, അപ്പോൾ കിട്ടുന്ന സന്തോഷം ഒരു പ്രത്യേക സന്തോഷം. അങ്ങനെ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയണില്ല. എന്തായാലും ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ കോൺക്രീറ്റ് തുടങ്ങി. അപ്പോൾ നമ്മുടെ വർക്ക് എടുത്തിരിക്കുന്നത് GM കൺസ്ട്രക്ഷൻ ആട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ഓണർ വരുന്നത് രാജേഷ് എന്നാണ് കേട്ടോ. അപ്പോൾ ആളുടെ നമ്പർ ഇതിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ വീട്ടിലേക്ക് വണ്ടിയൊന്നും വരില്ല എന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ തൊട്ട താഴത്തുള്ള ആ പാടത്താണ് സാധനങ്ങളെല്ലാം കൊടുന്നിട്ടിരിക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് ഏറ്റിയിട്ട് വേണം എല്ലാം, അവിടെ നിന്ന് തന്നെയാണ് കോൺക്രീറ്റൊക്കെ മിക്സ് ചെയ്തിട്ട് റാമ്പ് വെച്ച് കയറി അതിൻ്റെ മേലെ നിന്ന് വീണ്ടും കോണി വെച്ച് ഇതിൻ്റെ മേലേക്ക് കയറിക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ മലയാളികൾ എന്നല്ല, പണിക്കാർ ഫുള്ള് ഹിന്ദിക്കാരാണ്. അവരാണ് സാധനങ്ങളൊക്കെ ഏറ്റിയിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ നല്ല വെയിലാണ്. പിന്നെ കുറച്ച് ചേച്ചിമാരുണ്ട്, അവരൊക്കെ മലയാളികളാണ്, പക്ഷേ ഏറ്റവും എല്ലാവരും ഹിന്ദിക്കാരാട്ടോ. ഈ ജോലി ചെയ്യുന്നവരൊക്കെ ഞങ്ങളുടെ കൂടെ പണിയെടുക്കുന്ന ആൾക്കാരാട്ടോ. ഇവരെല്ലാവരും ഒരുമിച്ച് പണിയെടുക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളിന്ന് വീട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കുടുംബത്തിലെ 2-3 ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്നും പണിക്കൊന്നും നിന്നിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പണിക്കൊക്കെ നിൽക്കുമായിരുന്നു. ഇന്നൊന്നും നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു 10-11:30 എല്ലാവരും ചായയൊക്കെ കുടി കഴിഞ്ഞു. അങ്ങനെ വീണ്ടും പണി സ്റ്റാർട്ട് ചെയ്തു. ഒരു 2 മണിയാകുമ്പോഴേക്കും ഏകദേശം വീടിൻ്റെ സൺസൈഡൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ മുതലാളി, GM കൺസ്ട്രക്ഷൻ്റെ ഓണർ രാജേഷ്. അപ്പോൾ മൂപ്പൻ്റെ നമ്പറാണ് ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യക്കാരെന്തായാലും വിളിക്കാൻ മറക്കണ്ട. അപ്പോൾ ഒരു 2-3 മണിക്ക് എന്താ പറയുക, വർക്കൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ടായിരുന്നു. വെയിലിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകിലേക്കല്ല കേട്ടോ, നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ എന്താ ഒരു സമാധാനം ചോദിച്ചാൽ, നമ്മുടെ വീടിൻ്റെ അടുത്ത് തൊട്ടൊരു മുളങ്കൂട്ടുണ്ടല്ലോ, ആ മുളങ്കൂട്ടം കാരണം കുറച്ചൊരു എന്താ പറയുക, ഒരു തണുപ്പുണ്ട്. ആ പാടത്ത് പണിയെടുക്കുന്ന ചേച്ചിമാർക്ക് ഭയങ്കര വെയിലാണ്, പാവം. എന്താ ചെയ്യുക, നമ്മളിതേപോലെയാണ് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചില വീട്ടിൽ നമുക്ക് വെള്ളം കൂടി തരാറില്ല കേട്ടോ. ആൾക്കാരുണ്ടെങ്കിൽ പോലും നമുക്ക് വെള്ളം തരില്ല. അപ്പോൾ നമുക്കതെല്ലാം അറിയാവുന്നതുകൊണ്ട് നമുക്ക് അതിനൊന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കത് അനുഭവമുണ്ട്. അതുകൊണ്ട് നമ്മുടെ അതേ ഒരു നിൽക്കുന്ന ആൾക്കാർ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്കങ്ങനെ ചെയ്യാൻ എന്താ പറയുക, അത് പറ്റൂല കേട്ടോ. നമുക്ക് അതിൻ്റെ മനസ്സ് വരില്ല നമുക്ക്. ഇന്നത്തെ വീഡിയോ മൊത്തം നമ്മുടെ സുഹൃത്തോട്ടെ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ കൂടെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് മനുദാസാണ് ഇന്നത്തെ വീഡിയോഗ്രാഫറെല്ലാം. നമ്മുടെ പാടത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞിപ്പോൾ നല്ല എന്താ പറയുക, ആ പച്ചപ്പൊക്കെ പോയിട്ട്
നല്ല വെയിലായിട്ടോ പാടത്ത്. കാണുമ്പോൾ ആ ഒരു പഴയ ഒരു വൈബ് കിട്ടുന്നുണ്ടാവില്ല നിങ്ങൾക്ക് കാണുമ്പോൾ. എന്താ പറയുക, ആ പച്ചപ്പിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ പോയിട്ടിപ്പോൾ നല്ല വലിയ പറമ്പ് പോലെ കാണുന്നുണ്ടാവുക. ഇനിയിപ്പോൾ ഒരു 3-4 മാസം കൂടി കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ ആവും. ഇവിടെ നിന്നാണ്, താഴത്തു നിന്നാണ് നമ്മൾ സാധനങ്ങളെല്ലാം ഇതേപോലെ കോൺക്രീറ്റ് കൂട്ടിയിട്ട് വെച്ച് കയറണം കേട്ടോ. അത് ഭയങ്കര ഒരു ടാസ്ക്കാണ് നമുക്ക്. നമ്മുടെ വീട്ടിലേക്ക് വണ്ടി വരാത്തതുകൊണ്ട് നമുക്കതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ആ സംഭവം. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനയും കൊണ്ട് നമ്മുടെ വീടിൻ്റെ പണി ഏകദേശം ലിൻഡൽ ഹൈറ്റായി. ലിൻഡൽ വാർപ്പ് ഇന്ന് കഴിഞ്ഞു. എന്താ പറയുക, ഒരു 4 മണിയോടുകൂടി 4-4:30 വീടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. വീടിൻ്റെ ലിൻഡൽ വാർപ്പൊക്കെ കഴിഞ്ഞു. അങ്ങനെ എന്താ പറയുക, കുറേ നാളത്തെ ഒരു ആഗ്രഹത്തിന് ശേഷം എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല, അതൊരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പണി തുടങ്ങാൻ, ഇനിയിപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അടുത്ത പണി തുടങ്ങും. 2-3 ദിവസത്തിനുള്ളിൽ തുടങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഒക്കെ ശരിയാവുമെന്ന് വിചാരിക്കണു. എന്താ പറയുക, ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലല്ലോ, ദൈവത്തിൻ്റെ കയ്യിലല്ലേ. അങ്ങനെ എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കണു. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഞങ്ങളും നിങ്ങളൊരു കുടുംബത്തെ അംഗത്തെ പോലെ കണ്ടതിന് എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് ഇതേപോലൊരു സപ്പോർട്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, കൂടുതലൊന്നും പറയാനില്ല. ഒരുപാട് താങ്ക്സ് മാത്രം എല്ലാവർക്കും. അപ്പോൾ ബൈ ഫ്രം വെള്ളവനാട് ഫാമിലി. താങ്ക് യു ഓൾ.